തൊള്ള തുറന്ന വർഗീയത മാത്രം പ്രസംഗിക്കുന്ന ഒരു പ്രധാനമന്ത്രി. എന്നിട്ട് ആ പ്രധാനമന്ത്രി ലോക രാജ്യങ്ങൾക്ക് മുമ്പിലും മഹാനും. എങ്ങനെയുണ്ട്? ഇന്നലെ രാജസ്ഥാനിൽ നടത്തിയ ഒരു പ്രസംഗം, മുസ്ലിങ്ങളെ അധിക്ഷേപിച്ചുകൊണ്ട് നടത്തിയൊരു പ്രസംഗം. ആ പ്രസംഗത്തിൻ്റെ ചെറിയൊരു ഭാഗം നമുക്കൊന്ന് കാണാം. പ്രധാനമന്ത്രിയുടെ വിവാദ പരാമർശത്തിൽ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്. ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകും. രാജസ്ഥാനിലെ തെരഞ്ഞെടുപ്പ് റാലിയിലാണ് കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ സമ്പത്തിലെ പ്രധാന അവകാശികൾ മുസ്ലിങ്ങളായിരിക്കും എന്നൊരു വിവാദ പരാമർശം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു പ്രധാനമന്ത്രിയും തന്റെ ഓഫീസിന്റെ അന്തസ്സ് മോദിയോളം താഴ്ത്തിയിട്ടില്ലെന്ന് AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ വിമർശിച്ചിട്ടുണ്ട്. പ്രതികരണം കേൾക്കാം. അതിനുശേഷം ബൽറാം നെടുങ്ങാടി നമുക്കൊപ്പം ഉണ്ടാകും വിവരങ്ങളുമായി. तो मुझसे छीनने की बात कर रहे हो अपने मैनिफेस्टो में? गोल ले लेंगे, सबको वितरित कर देंगे। और पहले जब उनकी सरकार थी उन्होंने कहा था कि देश की संपत्ति पर पहला अधिकार मुसलमानों का है। इसका मतलब ये संपत्ति इकट्ठी करके किसको बांटेंगे? जिनके ज्यादा बच्चे हैं उनको बांटेंगे, घुसपैठियों को बांटेंगे। क्या आपकी मेहनत की कमाई का पैसा घुसपैठियों को दिया जाएगा? आपको मंजूर है? ये कांग्रेस का मैनिफेस्टो कह रहा है कि वो माताओं बहनों का सोने का हिसाब करेंगे, उसकी जड़ती करेंगे, जानकारी लेंगे और फिर उस संपत्ति को बांट देंगे और उनको बांटेंगे जिनको मनमोहन सिंह जी की सरकार ने कहा था कि संपत्ति पर पहला अधिकार मुसलमानों का है। भाइयों बहनों, ये अर्बन नक्सल की सोच, मेरी माताओं बहनों, ये आपका मंगल सूत्र भी बचने नहीं देंगे, यहां तक जाएंगे मैं कहने आया. പ്രധാനമന്ത്രിയുടെ വിവാദ പരാമർശത്തിനെതിരെ CPI-ML തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരിക്കുകയാണ്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നുണ്ട്. ബൽറാം, രാജ്യത്ത് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ രാജ്യത്തിന്റെ സമ്പത്തിന്റെ വലിയ ഭാഗം മുസ്ലിങ്ങൾക്ക് നൽകും എന്ന് പ്രധാനമന്ത്രി പ്രസംഗിക്കുന്ന വിവാദമായ പരാമർശങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. അതിനെതിരെ എന്ത് തരം നടപടികളിലേക്കാണ് കോൺഗ്രസ് കടക്കാൻ ആലോചിക്കുന്നത്? ഇന്ത്യയിലെന്നല്ല, ലോകത്ത് തന്നെ കാണുമോ ഇത്രയും തരം താഴ്ന്നൊരു വർഗീയവാദികൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് അല്ലേ? ഒരുപാട് വർഗീയവാദികൾ. കെ സുരേന്ദ്രൻ വർഗീയവാദി, കുമ്മനം രാജശേഖരൻ വർഗീയവാദി, അമിത്ഷാ വർഗീയവാദി, യോഗി വർഗീയവാദി. പക്ഷെ അവരൊക്കെ കടത്തി വെട്ടുന്ന രീതിയിലുള്ള ഒരു ക്രിമിനൽ വർഗീയവാദിയായിട്ട് ഇയാൾ മാറിക്കഴിഞ്ഞു. ഇയാളല്ല ഇന്ത്യൻ്റെ പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണ്, അതിനുള്ള എന്തെങ്കിലും യോഗ്യത ഇയാൾക്കുണ്ടോ? ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു മതേതര രാഷ്ട്രത്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ട് ആ സ്ഥാനത്തിരിക്കാനുള്ള എന്തെങ്കിലും ഒരു യോഗ്യത ഇയാൾക്കുണ്ടോ? ഇയാൾക്കുള്ള യോഗ്യത പ്രധാന തന്ത്രിയായിട്ട് വല്ല അമ്പലത്തിലോ പൂജാരിയോ തന്ത്രിയൊക്കെ ആയിട്ട് പ്രാണപ്രതിഷ്ഠയൊക്കെ നടത്താൻ പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കാനുള്ള യാതൊരു യോഗ്യത ഇയാൾക്കില്ല. കാരണം എന്താണ് ഇയാൾ പറഞ്ഞത്? കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഇന്ത്യൻ്റെ സ്വത്തൊക്കെ എടുത്താണ് മുസ്ലിങ്ങൾക്ക് കൊടുക്കും. ഇത്രയും തരം താഴ്ന്നൊരു മനുഷ്യനാണ് ഈ ചങ്ങായി. നിങ്ങളൊന്ന് ആലോചിക്കുകയാണ്. എന്നിട്ട് ഇവനെയാണ് ലോകം വായിച്ചിട്ടുണ്ട്, ലോക നേതാവായിട്ട് കണ്ടിട്ടുണ്ട്, ലോക രാജ്യങ്ങൾ ആരാധിക്കുന്നുണ്ട് എന്നൊക്കെ ഇവിടെ ഈ സംഖ്യകൾ പറഞ്ഞെടുക്കണേ. എങ്ങനെയുണ്ട്? ഇത്രയും തരം തന്നെ. ഇവനെതിരെ ഒന്ന് കേസ് കൊടുത്തിട്ടൊരു കാര്യമില്ല. കേസ് ആരെടുത്താൽ കൊടുക്കുന്നത്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അടുത്തോ CBIൻ്റെ അടുത്തോ കോടതിയിലോ എവിടെ ഒരു കേസ് കൊടുത്തിട്ടും കാര്യമില്ല. കാരണം അതൊക്കെ കീസിലിട്ട അമ്മാനാടല്ലപ്പം. അതൊക്കെ കീസിലിട്ടേണ്ട അമ്മാനാടല്ലേ? എന്താപ്പം നമുക്ക് ആലോചിച്ചാൽ കാര്യങ്ങളല്ലേ? ഇതിൻ്റെയൊക്കെ ഏറ്റവും താല്പര്യത്തിൽ ആരാ? ഇതിനൊക്കെ നിയന്ത്രിക്കാൻ അധികാരമുള്ള രാഷ്ട്രപതിനെ രാത്രി ഒരു ദിവസം 2 മണിക്ക് പ്രഖ്യാപിച്ചതല്ലത്. നമ്മൾ ആ രാഷ്ട്രപതിനെ പ്രഖ്യാപിച്ചപ്പോഴല്ലേ നമ്മൾ ആ പേരൻ്റെ കേൾക്കുന്നത്? ഈ ആദ്യം വരെ ഉടായിപ്പിട്ട് നടക്കുന്ന ആളല്ലപ്പം. എന്നിട്ട് ഇവനെതിരെ നമ്മൾ കേസ് കൊടുത്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇനിയിപ്പോൾ ഇവനെതിരെ നമ്മൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി, ഒരു മൂക്കിൽ ഷൂളിട്ടാൽ മതി, അപ്പം കേസ് ഉണ്ടാവും, അറസ്റ്റ് ഉണ്ടാവും, ജയിലുണ്ടാവും. നിങ്ങളൊന്ന് ആലോചിക്കുകയാണ്, ഇത്രയും തരം താഴ്ന്ന ഒരു വർഗീയവാദി ഇന്ത്യയിൽ നല്ല ലോകത്തെ നമുക്ക് കാണാൻ പറ്റൂല അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു പ്രധാനമന്ത്രിയുടെ സ്ഥാനത്തിരുന്നാണ്ട് ഒരു പ്രധാനമന്ത്രി രാജസ്ഥാനിൽ മൈക്കെട്ടി പ്രസംഗിച്ചതാണ്. എന്ത്? കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഇന്ത്യൻ്റെ സ്വത്തൊക്കെ എടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നു. ഈ ഇത്രയും തരം താഴ്ന്ന ഒരു വർഗീയവാദി, അനവധി വർഗീയവാദികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇജാതി ഒരു വർഗീയവാദിനെ നമ്മൾ കണ്ടിട്ടില്ല. ഇവരൊന്നും ഒരു കാരണവശാലും ജയിച്ച് പ്രധാനമന്ത്രിയോ ഒരു മന്ത്രിയോ ഒന്നും അത് ജയിച്ചല്ല വരരുത്. പരാജയപ്പെടുത്താൻ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ഇയാളെ പരാജയപ്പെടുത്തണം. അതിന് വേണ്ട നടപടിക്രമങ്ങളുമായി ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് വരണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്.